ബിഗ് ബോസിന്റെ പുതിയൊരു പ്രൊമോ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും വിചാരിക്കാത്തൊരു കാര്യങ്ങളാണ് ബിഗ് ബോസിനകത്ത് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ വരെ ഞെട്ടിപ്പോയി. നമുക്ക് എല്ലാവർക്കും അറിയാം ആതിരയുടെ കുറച്ച് നാളത്തെ ബിഗ് ബോസ് വീട്ടിനകത്തുള്ള പ്രവർത്തികളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ തോന്നിയൊരു കാര്യമാണ് ആതിര ഭയങ്കര വെറുപ്പീരാന്നുള്ള കാര്യം. അപ്പം നമ്മളെല്ലാവരും വിചാരിച്ച കാര്യം തന്നെയാണ് ലാലേട്ടൻ ഇത് ചോദിക്കണം, ഇത് അതിലോട് ചോദിക്കണം, അവിടെയുള്ള പ്രശ്നം എന്താണ്, അനീഷുമായിട്ട് ഇത്രയും ദേഷ്യം വരാനുള്ള കാര്യം എന്താ, നമ്മൾ വിചാരിച്ച കാര്യം തന്നെ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ചോദിക്കുന്നത് പ്രമോ വന്നിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നൂറയോടാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ആദിലെ നൂറ സഹിക്കുന്നത് എന്ന്. അപ്പൊ നൂറ പറയുന്ന മറുപടി എന്ത് ചെയ്യാനാ ലാലേട്ട, പെട്ടുപോയതാണ് എന്ന്. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഉള്ള ഒരു എപ്പിസോഡിനകത്ത് ലാലേട്ടൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ലാലേട്ടൻ തന്നെ നൂറ ഇങ്ങനെ പറഞ്ഞെന്ന് നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയായിരുന്നു നൂറയുടെ വായിൽ നിന്ന് വന്നത്. അതായത് പെട്ടുപോയി ലാലേട്ട. നൂറയുടെ ഈ മറുപടി കാത്ത് പുറത്ത് ഒരുപാട് പേര് ഇത് ആഘോഷിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതെടുത്തിട്ടങ്ങ് ആഘോഷമായിരിക്കും. കാരണം ഒന്നാമതേ ഇവര് ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പം ഇതിനകത്ത് നൂറയുടെ വാക്കുകളും കൂടെ ആയപ്പം അതിലേക്ക് കുറച്ചുകൂടെ ഹേറ്റ് വരികയാണ്. പക്ഷെ ലാലേട്ടൻ ചോദിച്ചതിനകത്ത് കാര്യമുണ്ട്. അത്രയും പ്രശ്നമാണ്. വെറുപ്പീരായിരുന്നു ആതിര ഭയങ്കരമായിട്ട്. അത് ലാലേട്ടൻ തന്നെ ഷാനവാസ് പറഞ്ഞപ്പോ പറയുന്നത് ഇവരുടെ പെരുമാറ്റം നമുക്ക് വെറുപ്പായി തുടങ്ങി, ഭയങ്കര ഓവറായിട്ട് തുടങ്ങി. ലാലേട്ടൻ തന്നെ അത് പറയുന്നുണ്ട്. അപ്പം അതിലെ പറയുന്നുണ്ട് അത് കയ്യിന്ന് പോയതാണ്, ഭയങ്കര ദേഷ്യം. അപ്പം എന്താ പറയുന്നത് വെച്ചാൽ ദേഷ്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യണം. പക്ഷെ ദേഷ്യം അതിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നൂറ അതിലോട് പറയുന്നത് ബേബി ദേഷ്യം കുറയ്ക്കണം, എന്തൊരു ദേഷ്യാണിത്. അപ്പം അതില പറയുന്നത് ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, എന്താണ് ഇങ്ങനെയൊക്കെ. അവർ രണ്ടുപേരുടെ സംഭാഷണം ഇടയ്ക്ക് വെച്ച് അവർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് പുറത്തു വന്നു വെച്ച് കഴിഞ്ഞാൽ ഇവര് പെട്ടുപോയതാണെന്ന് നൂറ പറഞ്ഞതും ലാലേട്ടന്റെ ആ ഒരു എക്സ്പ്രഷനും കൂടെ ആയപ്പം എന്തായാലും ഇവർക്ക് അത്യാവശ്യം ഹേറ്റ്സ് പുറത്തുണ്ട്. എന്തായാലും കൂടത്തുള്ളൂ. ലാലേട്ടന് അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ലാലേട്ടനെ കുറെ അധികം ആൾക്കാര് പറഞ്ഞിട്ട് ആൾക്കാരുണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഇതുകൂടെ കേൾക്കുമ്പോ എന്തായാലും വലിയൊരു ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം നല്ല രീതിക്ക് കൊളുത്തി വിട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം. പക്ഷെ ഇച്ചിരി ഓവറാണ്, ആദില ഭയങ്കരമായിട്ട് ഓവറാണ്. അത് നൂറയ്ക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തോട്ട് വന്നു. ഇനിയിപ്പം ബിഗ് ബോസ് കഴിയുമ്പോൾ ഇവർ രണ്ടും രണ്ട് വഴിക്കാകുമോ നമുക്കൊന്നും അറിയത്തില്ല. ഇനി അതാണോ ബിഗ് ബോസ് ആക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇവർ രണ്ടും രണ്ട് വഴിക്കാക്കാനാണോ നോക്കുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാലേ അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നൂറയുടെ വായിൽ നിന്ന്. കാരണം അത്രയും സ്നേഹത്തോടെ ഇരുന്ന രണ്ടുപേര് പുള്ളിക്കാരുടെ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു പെർഫോമൻസ്, അതായത് ആദിലയുടെ പെർഫോമൻസ് കാരണമാണ് ഇങ്ങനെ വന്നത്. അത്യാവശ്യം ഹേറ്റ് ഇപ്പൊ ആദിലയ്ക്ക് പുറത്തുണ്ട്. നൂറയ്ക്ക് അത്യാവശ്യം ഹേറ്റും കാര്യങ്ങളൊന്നും, അത്യാവശ്യം നല്ല രീതിയിലാണ് ഗെയിം കളിച്ച് പോകുന്നത്. പക്ഷെ ആദില എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചത്തെ എവിക്ഷൻ എന്തായാലും ആദില വരും. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ട് നമുക്ക് മനസ്സിലാക്കാം.